ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന സ്റ്റോറിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഈ ഒരു സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ കയറി കണ്ടോളൂ കേട്ടോ. പേജ് നമ്പർ 154. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി a glass of milk are given in a jumbled order. Arrange them in the proper sequence. അപ്പോൾ എന്താണ് ഈ ഒരു a glass of milk എന്ന് പറയുന്ന സ്റ്റോറിയിലെ ഇവൻറ്റ്സ്, സംഭവങ്ങൾ, അതിൽ നടന്ന ഓരോ കാര്യങ്ങളും ആർ ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. ജംബിൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ജംബിൾഡ് മീൻസ് എന്താ, ആദ്യം കൊടുക്കേണ്ടത് അവസാനം കൊടുക്കേണ്ടത് ആദ്യം, അങ്ങനെ ഇവൻസിൻ്റെ ഓർഡർ കറക്റ്റ് അല്ലാതെ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അറേഞ്ച് ദം ഇൻ ദ പ്രോപ്പർ സീക്വൻസ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ക്രമം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രോപ്പർ സീക്വൻസിൽ, കറക്റ്റായ ക്രമത്തിൽ, ശരിയായ ക്രമത്തിൽ നമ്മളത് എഴുതണം. അപ്പോൾ ഇവിടെ താഴെ നമുക്ക് കാണാം അല്ലേ, ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഷീ റീഡ് ദ വേർഡ്സ് റിട്ടൺ ഓൺ ദ ബിൽ. ദ ബോയ് വാസ് സെല്ലിംഗ് ഗുഡ്സ് ഫ്രം ഡോർ ടു ഡോർ. Tears of joy flooded her eyes. The young woman gave a glass of milk to the boy. The woman was admitted in a hospital. Dr. Howard paid the bill. അപ്പോൾ ഈ ഇവൻറ്റ്സ് ഒക്കെ ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി ഇത് കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമുക്കറിയാം അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഓർഡറും അറിയേണ്ടതാണ്. അപ്പോൾ ആദ്യം ഏതാണ് വരിക? ദ ബോയ് വാസ് സെല്ലിങ് ഗുഡ്സ് ഫ്രം ഡോർ ടു ഡോർ. ഒരു ആൺകുട്ടി, അവൻ എന്താണ്, വീടാന്തരം കയറി സാധനങ്ങൾ വിൽക്കാറുണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തേത് ഏതാണ് വരിക? ദ യങ് വിമൻ ഗേവ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് ടു ദ ബോയ്. ഒരു യങ് വിമന്, ഈ ഒരു ബോയ്ക്ക് എന്താണ്, ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നു. അതാണ് രണ്ടാമത്തേത് വരിക. മൂന്നാമത്തേതോ? ദ വിമൻ വാസ് അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ. അതിന് ശേഷമാണ് ഈ ഒരു സ്ത്രീ എന്താണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് അല്ലേ. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് ഡോക്ടർ ഹവാർഡ് പെയ്ഡ് ദ ബിൽ. ഈ ഒരു സ്ത്രീയുടെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് ആരാണ്? ഹവാർഡ് ആണ് എന്നാണ് പറയുന്നത്. അഞ്ചാമത്തേത് എന്താണ്? ഷീ റീഡ് ദ വേർഡ്സ് റിട്ടൺ ഓൺ ദ ബിൽ. ആ ഒരു ബില്ലിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്ന വേർഡ്സ് ആ ഒരു സ്ത്രീ വായിച്ചു അല്ലേ. അതാണ് അഞ്ചാമത്തേത്. ആറാമത്തേതോ? ടിയേഴ്സ് ഓഫ് ജോയ് ഫ്ലഡഡ് ഹെർ ഐസ്. അതായത് ആ ഒരു കത്ത് വായിച്ചതിന് ശേഷം അല്ലേ, ആ സ്ത്രീയുടെ കണ്ണുകൾ നിറയാണ്, സന്തോഷം കൊണ്ട് കണ്ണുനീര് വരികയാണ്, ആനന്ദാശ്രു അല്ലേ. അതാണ് ആറാമത്തേത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ. അതായത് നിങ്ങൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഏതാണ്, സെക്കൻഡ് ഏതാണ്, അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോ സെൻറ്റൻസിൻ്റെയും അടുത്തായിട്ട് അല്ലേ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് ഓർഡറിൽ എടുത്തെഴുതണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇൻ ദ സ്റ്റോറി ഡോക്ടർ ഹൊവാർഡ് കെല്ലി വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഈ ഒരു സ്റ്റോറിയിൽ ഹൊവാർഡ് കെല്ലി വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. ഡോക്ടറാണ് അല്ലേ, അപ്പോൾ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഹാവ് യു എവർ വിസിറ്റഡ് എ ഹോസ്പിറ്റൽ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും അല്ലേ. കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് ഗ്രിഡ് യൂസിങ് വേർഡ്സ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ ഒരു വേർഡ് ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. യൂസിങ് വേർഡ്സ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വേർഡ് ഗ്രിഡ് എന്ത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഫിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, a substance or liquid that you drink or swallow to cure an illness. ഇൽനെസ് എന്ന് പറഞ്ഞാൽ അസുഖം അല്ലേ. ക്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം ശമിക്കുന്നതിനെയാണ്, രോഗശമനത്തിനാണ് ക്യൂർ എന്ന് പറയാം. അപ്പം എന്താണ്, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മൾ കുടിക്കുകയോ അല്ലെങ്കിൽ വിഴുങ്ങുകയോ ചെയ്യുന്ന ഒരു വസ്തു, ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക രൂപത്തിലുള്ളതാവാം. ഓക്കെ, സ്വോളോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. ഓക്കെ, അപ്പോൾ അതെന്താണ്, നമ്മൾ അസുഖം വരുമ്പോൾ നമ്മൾ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നത് എന്താണ്, മെഡിസിൻ ആണ് അല്ലേ. അപ്പോൾ അതാണ് ആൻസർ വരിക. ഇവിടെ വേർഡ് ഗ്രിഡിലേക്ക് നോക്കുക. അവിടെ 1 എന്ന് എഴുതിയ സ്ഥലത്ത് നമുക്ക് കാണാം എം എന്ന ലെറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് മൂന്നാമത്തെ ലെറ്റർ ഡി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ആൻസർ കറക്റ്റാണ്, നമ്മൾ മെഡിസിൻ ഫിൽ ചെയ്യണം. രണ്ടാമത്തെ നോക്കാം. സ്മോൾ റൗണ്ട് പീസസ് ഓഫ് മെഡിസിൻ ദാറ്റ് യു സ്വോളോ വിത്തൗട്ട് ചൂയിങ്. ചൂയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടിച്ച് ചവയ്ക്കാം
അപ്പം കടിച്ച് ചവയ്ക്കാതെ വിഴുങ്ങുന്ന ഒരു റൗണ്ട് പീസസ് ഓഫ് മെഡിസിൻ. അതെന്താണ്? ഗുളികയാണ് അല്ലേ, പിൽസ്. അപ്പം രണ്ടാമത്തെ നമുക്ക് ഫില്ല് ചെയ്യാം, എന്താണ്? പിൽസ്. മൂന്നാമത്തെ നോക്കാം, എ ട്യൂബ് വിത്ത് എ ലോങ് നീഡിൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻജെക്ട് ഡ്രഗ്സ് ഇൻ ടു എ പേഴ്സൺസ് ബോഡി ഓർ ടു ടേക്ക് എ സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് ഫ്രം എ പേഴ്സൺ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഒരു ട്യൂബാണ്, ഒരു ലോങ് നീഡിൽ ഉണ്ടാവും, സൂചി ഉണ്ടാവും. അതെന്തിനാണ് യൂസ് ചെയ്യുക? ഇൻജെക്ട് ഡ്രഗ്സ്, അതായത് മരുന്ന് കുത്തിവെക്കാൻ, ഒരു ആളുടെ ശരീരത്തിൽ മരുന്ന് കുത്തിവെക്കാനും അതേപോലെ എന്താണ്, കുറച്ച് രക്തം എടുക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എന്താ സംഭവം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ, സിറിഞ്ചാണ്. അപ്പോൾ നമുക്ക് അത് ഫില്ല് ചെയ്യാം. നാലാമത്തെ നോക്കാം, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇഞ്ചുറീസ് ബൈ കട്ടിങ് ദ ബോഡി ഓപ്പൺ യൂസിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് അപകടങ്ങളൊക്കെ പറ്റുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവും അല്ലേ, അങ്ങനെ വരുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ശരീരം കീറി മുറിച്ച് ചികിത്സ ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. അതിന് നമ്മൾ എന്താണ് പറയുക? എന്താ പറയുക? സർജറി അല്ലേ. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യാം. അഞ്ചാമത്തെ നോക്കാം, എ സെപ്പറേറ്റ് ഏരിയ ഇൻ എ ഹോസ്പിറ്റൽ ഫോർ പീപ്പിൾ വിത്ത് എ സെയിം ടൈപ്പ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻ. അതായത് ഒരേ മെഡിക്കൽ കണ്ടീഷനുള്ള, ഒരേ രോഗാവസ്ഥയുള്ള ആളുകളെ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രത്യേക ഏരിയയിലാണ് ഒരുമിച്ചാണ് കിടത്തുക അല്ലേ. ആ ഒരു ഏരിയയ്ക്ക് എന്താണ് പറയുക എന്നാണ് ചോദിക്കുന്നത്. എന്താണ് പറയുക? വാർഡ് എന്നാണ് പറയുക. ആറാമത്തേത് നോക്കാം, എ പേഴ്സൺ ഹു ടേക്സ് കെയർ ഓഫ് സിക്ക് ഓർ ഇഞ്ചുവേർഡ് പീപ്പിൾ ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ പരിക്ക് പറ്റിയവരെയും അസുഖം ബാധിച്ചവരെയും ഒക്കെ നോക്കുന്നത് ആരാണ്? അതായത് അവരൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്, പരിചരിക്കുന്നത് ആരാണ്? നേഴ്സാണ് അല്ലേ. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യാം. ഏഴാമത്തേത് നോക്കാം, എ പേഴ്സൺ ഹു റിസീവ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ഒരു ആള് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അത് ആരാണെന്നാണ് ചോദ്യം. ചികിത്സ തേടുന്നത് ആരാണ് ഒരു ഹോസ്പിറ്റലിൽ? രോഗിയാണല്ലേ, അതായത് പേഷ്യൻറ്റ്. അത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു സ്റ്റോറി അത് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ലിങ്ക് കൊടുക്കാം. അപ്പോൾ ക്ലാസിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.